കണ്ണൊക്കെ വെള്ളം വന്നേ. ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ചലഞ്ച്. അപ്പൊ നിങ്ങൾക്ക് അറിയണ പോലെ തന്നെ ഈ വേൾഡിലെ ഏറ്റവും കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ചിപ്സ് ആണിത്. ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിച്ചിട്ട് 10 മിനിറ്റോളം നമ്മൾ ഹോൾഡ് ചെയ്ത് നിൽക്കേണ്ടതാണ്. അതർവൈസ് നിങ്ങൾക്ക് ഇവിടെ ജ്യൂസോ അല്ലെങ്കിൽ ഐസ്ക്രീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് യൂസ് ചെയ്തിട്ട് ക്വിറ്റ് ചെയ്യാവുന്നതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദിസ് വീഡിയോ ഗൈസ്. ലെറ്റ്സ് അൺബോക്സ്. എന്തോ ഇതിൻ്റെ ഉള്ളിൽ എഴുതിക്കണോ ഇനി ലാസ്റ്റ് വേർഡ്സ്. നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്, എന്താ അവസ്ഥ എന്താണെന്ന് അറിയില്ല. അൺബോക്സ് ഇറ്റ്. ഓഫ്, ലെറ്റ്സ് ഗോ. ഓ മൈ ഗോഡ്. അപ്പോൾ ഇവരുടെ ടൈം സ്റ്റാർട്ട്സ് നൗ. ഈശ്വര, മൂക്കിലേക്ക് ഒരു എരിവുണ്ട്. കഴിക്കുമ്പോൾ തന്നെ നല്ല എരിവുണ്ട് കേട്ടോ ഗൈസ്. പോലായിട്ടില്ല ഗൈസ്. കഴിച്ചപ്പോ ഫസ്റ്റ് കണ്ണെന്ന് എന്തോ പോയ പോലെ തോന്നി എരു. 1 മിനിറ്റ് പോലും ആയിട്ടില്ല ഗൈസ്, ഇപ്പൊ തന്നെ എരിഞ്ഞു തുടങ്ങി. സംഭവം വീഡിയോയിലൊക്കെ കാണുമ്പോ വെച്ച് കുറെ അഭിനയാന്ന്. സത്യം, ഇപ്പൊ ശരിക്കും അറിയുന്നുണ്ടല്ലോ. കണ്ണൊക്കെ വെള്ളം വന്നേ. ബ്രോ വേണമെങ്കിൽ ഗിവ് അപ്പ് ചെയ്തോളൂ കേട്ടോ, അവിടെ ജ്യൂസ് ഉണ്ട്. നോക്കുന്നൊക്കെ വളരെ 10 മിനിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്തോ. 2 മിനിറ്റ് ആവണുള്ളൂ ഗൈസ്. ആർക്ക് വേണമെങ്കിൽ ഗീവ് അപ്പ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ഗീവ് അപ്പ് ചെയ്തോളൂ. ജ്യൂസ് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, എരിവൊക്കെ ഉണ്ട്. എന്തായാലും ഇറങ്ങി തിരിച്ചല്ലേ. അതെ, ഞാനും വിട്ടു കൊടുക്കില്ല. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞോണ്ട് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാ. കണ്ണൊക്കെ എത്ര മിനിറ്റ് ആയിടി? 2 മിനിറ്റ്. 2:30 2 മിനിറ്റ് ആയിട്ടുള്ളൂ ഗൈസ്. ഇത് തലക്ക് ഇറങ്ങി തുടങ്ങിണ്ടല്ലോ. അതെ, ഒരു തലറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ 3 മിനിറ്റ് ആവാൻ പോകുന്നു. യെസ്. എന്താണ് ഫീലിങ്സ്? എങ്ങനെയുണ്ട്? വയറൊക്കെ എരിയുണ്ടോ? വയറ്റിലേക്ക് എരിവ് വരണുള്ളൂ. അതെ, കണ്ണെന്ന് നോക്കുന്നൊക്കെ വെള്ളം വന്നു തുടങ്ങി. എല്ലാം സ്പ്രെഡായി പിടിച്ചു വരുന്ന ഒരു എരിവ് പോലെയാണ് വരുന്നത്. വയം തുടങ്ങിയതാ ഇവിടെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിപ്സിന്റെ ടേസ്റ്റ് ഒക്കെ നോർമൽ ഒരു ചിപ്സ് ടേസ്റ്റ്. അതിന്റെ മുകളിലിട്ടുള്ള ആ സ്പൈസസിന്റെ ഈ ഐറ്റംസ് ആണ് ഭയങ്കരമായിട്ട് എരിവ് അടിക്കണത്. നാല് മിനിറ്റ് ആവുന്നു. ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട്. പദ്ധതി പോലെ ആയിട്ടില്ല ഗൈസ്. ടൈമിന്റെ 4 മിനിറ്റ് ആയിട്ടുള്ളൂ. 4 മിനിറ്റ് ആയിട്ടുള്ളൂ. ഗൈസ്, നിങ്ങൾ വീണ്ടും വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ചാലഞ്ചിനായിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ലെറ്റ്സ് ഗോ. ഹാഫ് ഓഫ് ദി ടൈം ആയി. യോ ഗൈസ്, 5 മിനിറ്റ്. 5 മിനിറ്റ്സ് കൂടി. സമയം പോവാത്ത പോലെ. അതെ, സ്മെല്ല് ഇവിടുന്ന് ആ ഒരു എരിവിന്റെ സ്മെല്ലാണ് മൂക്കി കയറുന്നു. അതെ, ഫസ്റ്റ് എടുത്തപ്പന്നെ മണത്തപ്പോ എന്തൊക്കെയോ തലയ്ക്ക് കയറിയ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നെഞ്ഞു നീര് തുടങ്ങി. 6 മിനിറ്റ് കഴിഞ്ഞു. 4 മിനിറ്റ് കൂടി. ഇതിനെ കൊണ്ട് കുറെ സാധനം എഴുതി വെച്ചിട്ടുണ്ട്. അതെ, ഓൾറെഡി ഡെഡ്ലി. നമുക്കിത് ഇത് കേട്ടേനേക്കാളും കൂടുതല് ഇത് കാണുമ്പോ നമുക്ക് പേടിയാവും. പേടിയാവട്ടോ, ഉള്ളിൽ ഫുള്ള് ഡയലോഗ്സ്. പെപ്പർ RIP ആണ് ഫുള്ള് എല്ലായിടത്തും എഴുതിയിട്ടുള്ളത്. ഗൈസ്, എനിക്ക് മനസ്സിലാക്കിയത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കഴിച്ചിട്ട് എത്രത്തോളം ഹോൾഡ് ചെയ്യണോ ഓരോ മിനിറ്റും നമുക്ക് എരിവ് കൂടി വരികയാണ്, ഒരിക്കലും കുറയണില്ല. അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. സാധാരണ നമ്മൾ എന്തെങ്കിലും എരിവുകൾ കഴിച്ചു കഴിഞ്ഞാൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കഴിയുമ്പോൾ എരിവ് കുറയേണ്ടതാണ് അല്ലേ. ഇത് സ്പ്രെഡായി എല്ലായിടത്തേക്ക് എത്തി തുടങ്ങി. അതപ്പോ സ്റ്റൊമക്ക് വരെ എത്തി. കഴിച്ചു തീർക്കാൻ പറ്റും, പക്ഷെ ഹോൾഡ് ചെയ്യാൻ എളുപ്പമല്ല. അത് സത്യം. അത് കഴിച്ചിട്ട് അപ്പനെ വേറെ എന്തെങ്കിലും നമ്മൾ കുടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. സത്യം. പക്ഷെ അത് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യാൻ എളുപ്പമല്ല. അയ്യോ, ഇപ്പൊ വായലത്തേര് മൊത്തം ഇങ്ങനെ ഇറങ്ങി ഇതിലേക്കൊക്കെ. അതെ, വായനത്തേര് സഹിക്കാൻ പറ്റും. ഇപ്പൊ ഈ വന്നുകൊണ്ടിരിക്കണ ഒരു മുഖത്തിന്റെ ഇതിലേക്കൊക്കെ ഒരു ഫീൽ വരുന്നുണ്ട്. എനിക്ക് വയറ്റിലാണ് പ്രശ്നം, വയറ് കിടന്ന് ഫുള്ള് ബേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐസ്ക്രീമിന്റെ ജ്യൂസ് ആണ്. ഡിസ്ട്രാക്ട് ചെയ്യരുത്.
നമ്മള് അതെ 8ാമത്തെ മിനിറ്റിലേക്ക് കടന്നു ഗൈസ്. 2 more minutes. yes. 2 more minutes. എനിക്ക് എളുപ്പല്ലേ 9 മിനിറ്റ് ആവാറായി ഗൈസ്. 8.5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി 1.5 മിനിറ്റ് കൂടെ ഉള്ളൂ. യു ക്യാൻ. എളുപ്പല്ല. നിങ്ങൾ ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ്, കണ്ടറിയാം. വയറ് കിടന്ന് ബേൺ ആയിക്കൊണ്ടിരിക്കുക. 9 മിനിറ്റ് ആവാറായി ഗൈസ്. ഇപ്പൊ ഞാൻ ഒഫീഷ്യലി വിന്നർ ആയിരിക്കാണ്. ചേഴ്സ്. അപ്പൊ 9ാമത്തെ മിനിറ്റ് കഴിഞ്ഞപ്പോ ഗിവ് അപ്പ് ചെയ്തു. 10 മിനിറ്റ് ഹോൾഡ് ചെയ്യാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഗിവ് അപ്പ് ചെയ്തോണ്ട് ഞാൻ വിന്നർ ആയിരിക്കുന്നു. 10 മിനിറ്റ് വരെ എത്തുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. പരമാവധി നോക്കി, പക്ഷേ അതെ നടക്കുന്നില്ല. പരമാവധി നോക്കി. ലാസ്റ്റ് ആ സ്റ്റൊമക്കിൽ വന്ന പെയിൻ സഹിക്കുന്നതിന് അപ്പുറമായിരുന്നു. ടൈമും പോവാത്ത പോലെ 2 മിനിറ്റ് കഴിഞ്ഞ്. അതെ, ഫസ്റ്റ് 5 മിനിറ്റ് എരിവ് ഉണ്ടായിരുന്നെങ്കിലും കൂടി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ അങ്ങോട്ട് ഫുള്ള് സ്പ്രെഡായി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യേണ്ടതാണ്. Okay. നെക്സ്റ്റ് വീഡിയോ ഗൈസ്.